ഹലോ ഗൈസ്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ചൂട് ചപ്പാത്തി മുട്ടത്തോരനും തിന്നാനൊരു കൊതി. അങ്ങനെ മുട്ടത്തോരന് വേണ്ടിയുള്ള എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു. എന്നിട്ട് പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇട്ടു. ഈ കടുക് ഇങ്ങനെ ടക്ക് ടക്കെന്നൊന്ന് പൊട്ടുന്ന കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സാധനം എല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കും. സവാളയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് വഴറ്റും. ഒന്ന് ഇച്ചിരി ഇതാക്കി കഴിയുമ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ ആ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കണം. ആ ചുമന്ന കരി വീഴുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അങ്ങ് കിടക്കുക. അത് കഴിഞ്ഞെല്ലാം റെഡിയാക്കി വന്നപ്പോൾ അതിലും വലിയ രസം പറയുന്നില്ലേ. അതെന്തെങ്കിലുമൊക്കെ പറയാൻ മൂമെന്റ്. അതേ ഗൈസ്, അതൊരു ചീമട്ടയായിരുന്നു, നാറിയിട്ട് വയ്യായിരുന്നു. അത് കഴിഞ്ഞ് വേറെ മുട്ടത്തേറിനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. ചപ്പാത്തിയും പിന്നെ ഉണ്ടാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും മുട്ടത്തോരനും പിന്നെ ലേശം നാരങ്ങ അച്ചാറും പിടിച്ച് ഞങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വെയിൽ വന്ന് എൻ്റെ ഈശ്വരാ. പിന്നെ ആ വെയിലും കൊണ്ട് അച്ചാറും മുട്ടത്തോരനും ഞങ്ങളങ്ങ് കഴിച്ച്.